ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അപ്പോൾ നമ്മൾ കലിമ എന്താണെന്ന് പഠിച്ചു. കലിമ എന്ന വാക്ക്, ആ വാക്ക് കലിമ 3 ഇനങ്ങളുണ്ട്: ഇസ്മ്, ഫിഅല്, ഹർഫ്. അപ്പോൾ ഏതൊരു ആയത്ത് കിട്ടിയാലും, ഏതൊരു ഹദീസ് കിട്ടിയാലും, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് കിട്ടിയാലും നമുക്ക് വ്യക്തമായിട്ട് അറിയണം അതിൽ ഇസ്മേത്, ഫിഅലേത്, ഹർഫേത്. അങ്ങനെ ഈ കലിമകൾ, അതായത് വാക്കുകളുടെ കൂട്ടത്തിനാണ് ഷിബു ജുംല എന്ന് പറയുന്നതും നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ആ വാക്കുകളുടെ കൂട്ടാകുമ്പോഴാണ് ഷിബു ജുംല ആകാം, അല്ലെങ്കിൽ ജുംല മുഫീദ. വാക്കുകളുടെ കൂട്ടം എന്താവും? ഷിബു ജുംല അല്ലെങ്കിൽ ജുംല മുഫീദ. ഷിബു ജുംല എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. ഇപ്പം മസ്ജിദിലാണ്, ഫിൽ മസ്ജിദി. അപ്പം എന്താണ്? അതിനെക്കൊണ്ട് നമുക്കൊരു പൂർണ്ണത ഉണ്ടാവില്ല, പ്രയോജനം ഉണ്ടാവില്ല. ആരാണ് മസ്ജിദിൽ, എന്താണ് മസ്ജിദിൽ എന്ന് നമ്മൾ അറിയുന്നില്ല. അതാണ് ഷിബു ജുംല. പിന്നെ ഉള്ളത് വാക്കുകളുടെ കൂട്ടം എന്താവും? അത് പ്രയോജനകരമായ ഒരു ജുംലയാകും. ജുംല എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വാക്യം, സെൻറ്റൻസ്. അതിനാണ് ജുംലത്തുൽ മുഫീദ എന്ന് പറയാം. അപ്പോൾ മുഹമ്മദ് മസ്ജിദിലാണ്, അപ്പോൾ നമുക്ക് അതിനെക്കൊണ്ടൊരു പ്രയോജനമുണ്ട്. മുഹമ്മദുൻ ഫിൽ മസ്ജിദി, മുഹമ്മദ് മസ്ജിദിലാണ്. അപ്പോൾ കലിമ എന്താവും? വാക്കെന്താവും? വാക്കുകളുടെ ഒരു കൂട്ടാവും. അതെന്താവും? ഒന്നുകിൽ ശുബു ജുംലയാകും, അല്ലെങ്കിൽ ജുംലത്തുൽ മുഫീദയാകും. ഈ ജുംലത്തുൽ മുഫീദ 2 ഇനങ്ങളുണ്ട്: ജുംല ഇസ്മിയ, ജുംല ഫീലിയ. ജുംല ഫീലിയ നമ്മൾ ഇൻഷാ അല്ലാഹ് ബുക്ക് 2 പ്രധാനമായിട്ട് പഠിക്കുക. ഈ പുസ്തകത്തിൽ ബുക്ക് 1 പഠിക്കുന്നത് ജുംല ഇസ്മിയാണ്. എന്താണ് ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാൽ? ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാൽ ഇസ്മ കൊണ്ട് ആരംഭിക്കുന്ന വാക്യം, സെൻറ്റൻസ്. ഇസ്മ കൊണ്ട് ആരംഭിക്കുന്ന ജുംല അല്ലെങ്കിൽ സെൻറ്റൻസ് അല്ലെങ്കിൽ വാക്യത്തിനാണ് ജുംല ഇസ്മിയ എന്ന് പറയാം. അതായത് ആ സെൻറ്റൻസ് ആരംഭിക്കുന്നത് ഒരു ഇസ്മ കൊണ്ടായിരിക്കും. ജുംല ഫീലിയ എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് ആരംഭിക്കുന്നത് ഒരു ഫീല് കൊണ്ടായിരിക്കും. വെർബ്, ഫീൽ എന്ന് പറഞ്ഞാൽ വെർബ്, ക്രിയ. അപ്പോൾ ജുംല ഇസ്മിയാണ് ഈ പുസ്തകത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാൽ ഇസ്മ കൊണ്ട് ആരംഭിക്കുന്ന ജുംല. അപ്പോൾ ഇസ്മ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഏതൊക്കെ പെടും? അറബിയിൽ മനുഷ്യരുടെ എല്ലാവരുടെയും പേര് വരും, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ. മുഹമ്മദ്, അഹമ്മദ്, റാഷിദ്, സൈനബ്, മറിയം. പിന്നെ രാജ്യങ്ങളുടെ പേര് വരും: ഇന്ത്യ, അമേരിക്ക, ഇന്തോനേഷ്യ. മനസ്സിലായില്ലേ? പിന്നെ ഹാസ, ഇത്, ഹാസിഹി, അതിൻ്റെ സ്ത്രീലിംഗം ഇത്. അതിൻ്റെ പിന്നെ ഹൗലായി, അക്കൂട്ടർ, ഇക്കൂട്ടർ, തിൽക്ക, അത്, സാലിക്ക, അത്. എല്ലാം എന്താണ്? ഇസ്മിലാപ്പെടുത്തത്. ഇത്, അത്, അദ്ദേഹം, ഇദ്ദേഹം, ഹുവ, അവൻ, ഹിയ, അവൾ, അന, ഞാൻ, നഹ്നു, ഞങ്ങൾ. എല്ലാം അറബി ഭാഷയിൽ ഇസ്മാണ്. അപ്പോൾ ഈ ഇസ്മ കൊണ്ടാണ് ഒരു ജുംല തുടങ്ങിയെങ്കിൽ, ഇസ്മുകൾ കൊണ്ടാണ് ജുംല തുടങ്ങിയെങ്കിൽ, ബഅദ, ശേഷം, ഖബ്ല, മുമ്പ്, ഇതെല്ലാം അറബി ഭാഷയിൽ ഇസ്മിലാപ്പെടുത്തിയത്. അപ്പോൾ ഒരു ജുംല തുടങ്ങുകയാണ് ഈ ഇസ്മ കൊണ്ടാണ്, ഇങ്ങനത്തെ ഇസ്മുകൾ കൊണ്ടാണ് ജുംല തുടങ്ങുകയാണെങ്കിൽ അതിനെന്ത് പറയും? ജുംല ഇസ്മിയ എന്ന് പറയും. പിന്നെന്തെല്ലാം ഇസ്മിൽ പെടാം? ബുദ്ധി ഇല്ലാത്തവ വരും, മൃഗങ്ങൾ വരും, ആന, പൂച്ച. മനസ്സിലായില്ലേ? മാന്. പിന്നെ ബുദ്ധി ഇല്ലാത്തതും ആയ കസേര, വാഹനം, പേന, മസ്ജിദ്, പുസ്തകം, വീട്. ഇതൊക്കെ ഇസ്മുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇസ്മുകൾ കൊണ്ട് തുടങ്ങുന്ന ജുംലക്കാണ് ജുംല ഇസ്മിയ എന്ന് പറയാം. ഇനി ജുംല ഇസ്മിയ, ഒരു ജുംല ഇസ്മിയ ആകണമെങ്കിൽ അതിലെന്തുണ്ടാകണം? മുബ്തദയും ഉണ്ടാകണം, ഖബറും ഉണ്ടാകണം. ബാറക്കല്ലാഹു ഫീക്കും.